പോണെങ്കിൽ ആദ്യം എത്തുന്നതാ. കറിക്കോ ശിവരെല്ലാം കറിക്കോ. ശിവര ചേച്ചി രാജപദവിയിലുള്ള ഓട്ടോ കറിക്കോ. ശിവര എല്ലാം കറിക്കോ. ഷൊർണൂർ പട്ടാമ്പി ശിവര. എന്താ ഇത്? ഒന്ന് വേഗം വന്നാലേ പൈതങ്ങളെ. പൂമ്പാറ്റളന്റെ വൈകിയത് കുഞ്ഞാക്ക നേരത്തെ വരൂല, വൈകിയും വരൂല. വരേണ്ട സ്ഥലത്ത് വരേണ്ട നേരത്തെ വന്നിരിക്കും. എക്സ്ക്യൂസ് മീ, പുതിയ ആളാണല്ലേ? പുതിയ ആളൊന്നുമല്ല, ഈ പ്രായമൊക്കെ ആയില്ലേ. അല്ല, ബസ്സിൽ പുതിയ യാത്രക്കാരിയാണോ എന്ന് ചോദിച്ചതാ. വിശേഷങ്ങളൊന്നും അന്വേഷിക്കണ്ട, മാറിക്ക് കേറട്ടെ. ഈ ഫോണെടുത്ത് വല്ലതും പഠിക്കണ്ട. തണ്ടണെങ്കിൽ വേണം ഡിഗ്രി, പട്ടിണി കിടക്കണമെങ്കിൽ വേണം 100 റുപ്യ. കാലം വല്ലാത്ത മോളെ. കണ്ടക്ടർ, സീറ്റില്ലേ? ഉണ്ടല്ലോ, 40 സീറ്റുണ്ട്. പക്ഷെ ആളിരിക്കുകയാണല്ലോ. ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട്, അതിൽ ഡ്രൈവർ ഇരിക്കുന്നു. കണ്ടക്ടർ എനിക്ക് പോലും സീറ്റില്ല. എന്താ കളിയാക്ക? കാര്യം പറഞ്ഞാണ് മാഡം. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിരിക്കുന്നുണ്ടല്ലോ. പുരുഷന്മാരില്ല, ഒരു പുരുഷൻ. പ്രായമുള്ള ആളാ, സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസന് വേറെ സീറ്റ് ഉണ്ടല്ലോ. വികലാംഗർക്കുണ്ടല്ലോ, അത് മതിയോ? എന്താ? വിരാന്തോൽ അംഗവൈകല്യ, മനോവൈകല്യ പറയും. എന്താ കുട്ടി? ഞാൻ കുറച്ചു നേരമായിട്ട് ഈ നാട്ടുകാരനല്ലേ. യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറിയല്ലേ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടി വരും. അവിടെ ചെന്നിട്ട് എന്താക്കാനാണ് മാഡം? അതും കാക്കി ഇതും കാക്കി. അത് വെറും കാക്കി, ഇത് കക്കാക്കി. ഞങ്ങള് കാരണം ഒരു പ്രശ്നം വേണ്ട. മോള് ഇവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട മോളെ, വേണ്ട കുട്ടികളെ, ഞങ്ങൾ നിന്നോളാം. യുദ്ധം ചെയ്ത് നേടിയല്ലേ ഇരുന്നോളി. ജീവിതകാലം മുഴുവരിക്കാനല്ലോ. ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തുമ്പോ ഇറങ്ങണല്ലോ. ഇരുന്നോളി. എങ്ങട്ടാ? ശിവപുരം. ശിവപുരം. അല്ല, ഇതിന്റെ മരുന്നടിക്കല്ലേ പോരല് 1000-ന്റെ? അത് റിസർവ് ബാങ്ക് ഇറക്കുന്നതാ. പക്ഷെ കുറച്ചുവരെ കയ്യിലേ കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുറ്റത്ത് ഇപ്പോഴും ദാരിദ്ര്യ രേഖന്റെ കട്ടി കൂടി വരികയാണ്. കാണുമ്പോ കൊതിയാവുക. ഇത്രയും നേരവും ഭംഗിയുള്ള ഒരു 500 നോട്ട് ഈ അടുത്ത കാലത്തൊന്നും ഈ ബസ്സിൽ കയറിയിട്ടില്ല അല്ലേ മേഡം? 8.50 ചില്ലറ തരണം. ചില്ലറയും പേര് നടക്കില്ല. യാത്രക്കാരുടെ പണിയല്ല, കണ്ടക്ടറുടെ ജോലിയാ. ഒരു യുദ്ധമില്ലാതാക്കലാണ് നമ്മുടെ ജോലി. കേട്ടിട്ടില്ലേ? ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന്. ഒരു കണ്ടക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ്? വെറും 8 രൂപ 50 പൈസ. 8 രൂപ 50 പൈസ പിന്നെ തരാം. 500 ഇങ്ങോട്ട് തന്നെ. പ്രശ്നം തീർന്നല്ലോ. എന്റെ പൈസ കിട്ടിയാ മതി. അവർക്ക് ടിക്കറ്റ് കിട്ടിയാ മതി. സഹോദരി, ഈ 500 എന്റെ കയ്യിലുണ്ട് കേട്ടാ. ഒരു 8.50 നിങ്ങൾ തന്നാൽ ഈ 500 എപ്പോ നിങ്ങൾ തിരിച്ചു തരാം. ഞാൻ കൊടുക്കില്ലേ? അപ്പൊ ഞാൻ 8.50 കൊടുത്തില്ലേ? ഞാൻ നിങ്ങളോട് കാശ് വാങ്ങിയോ? അപ്പൊ എന്റെ കാശോ? അത് നിങ്ങൾ തമ്മിൽ തീർത്തോ? കുഞ്ഞാക്ക, എന്റെ 8.50. അതെ, ഞാൻ കുറച്ച് നേരമായിട്ട് നാട്ടുകാരനെ അല്ല. ടിക്കറ്റ് എവിടെ വന്ന് കേറിയടാ? ശിവപുരോ? ശിവപുരം സ്കൂൾ പടി. അതെ, എന്റെ 8.50 ഇതാ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ അവിടെ കിട്ടി? ഇല്ലാഞ്ഞിട്ടല്ല, അയാളുടെ ജാട കൊണ്ട് കൊടുക്കാൻ. അല്ല, പേരെന്താ? എന്തിനാത്? ഞങ്ങൾ ക്ലീനേഴ്സിന്റെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതിലെഴുതാനാ. സ്ഥിരമായിട്ടുണ്ടാകോ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കയറും എവിടെ ഇറങ്ങുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ സദാ നിങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഫാലോ ചെയ്യണ്ട. അയ്യോ, സമയായി. രജിസ്റ്റർ ചെയ്തോ? നൂർജഹാൻ. നല്ല പേരല്ലേ? കേരളം. അയ്യോ, ഈ മരണച്ചവിട്ടൊക്കെ ചവിട്ടിയിട്ടും കളക്ഷൻ താഴേക്കല്ലാതെ മുകളിലേക്കില്ല. ഇല്ല കുഞ്ഞാക്ക, അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്. ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റർ സമ്മതിച്ചാൽ കാലങ്ങോട്ട് സമ്മതിക്കൂല. സ്പീഡ് കുറഞ്ഞാലോ മുതലാളിമാരും സമ്മതിക്കൂല. നമ്മുടെ മുതലാളി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊള്ളാം. പക്ഷെ നാരായണേട്ടോ, വലിവ് പോരാട്ടോ. ഇനി എങ്ങോട്ട് വലിപ്പിക്കാനാ? വയ്യാതാവണുണ്ട്. പിന്നെ എന്നെ പോലുള്ള ക്ലീനർമാർക്ക് വയസ്സാവൂല. അതൊരു ഹരമുള്ള പണിയാണ്. തട്ടാ കെറ്റാ. ഉച്ചയ്ക്ക് ട്രിപ്പ് എണ്ണ കാശ് പോലും ഒക്കൂല. എങ്ങനെ ഒക്കാനാ? അന്നേരത്ത് നമ്മുടെ കൂടെ തന്നെ KSRTC ഒരു ലോക്കൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർക്ക് തെറ്റില്ലാത്ത കളക്ഷനും ഉണ്ട്. ഡ്രൈവറേയും കണ്ടക്ടറും ഒന്ന് കാണണ്ട പോലെ കണ്ടാ ചിലപ്പോ അതൊന്നും ഞമ്മക്ക് വേണ്ടോ.
KSRTC-ലും എല്ലാരും ഒന്നും അത്രക്കാരല്ല. അർഹതയില്ലാത്ത അന്നം അത്തായി മുടക്കുന്ന ഞമ്മക്ക് ആക്കായി വേണ്ട. എന്നാ ഞാൻ പോട്ടെ കുഞ്ഞാക്ക. ആ നീ പോ. അപ്പൊ കുഞ്ഞാക്ക എന്റെ സ്ഥിതി എങ്ങനെ? സ്വാതന്ത്ര്യം കിട്ടാൻ അർദ്ധരാത്രി ആവോ? കഴിഞ്ഞിക്കണോ? ആ ഒരു പെഗ് കൂടി ബാക്കിയുണ്ട്. ഏ? അല്ല ബാക്ക് കൂടി ഒന്ന് കഴുകി. നമുക്കളി അവിടെ 3 സ്റ്റുഡൻസ് വെയിറ്റിംഗ് അല്ലേ? വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടേ? അതൊക്കെ ഫാസ്റ്റ് ഫുഡ് അല്ലേ. ഞങ്ങൾ ആരാ റിച്ച് ഫാമിലി അല്ലേ. 180 ഒരു 20 രൂപയും കൂടി കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ 200 ആകും. ആയിക്കോട്ടെ. ഇപ്പല്ലേ ഏറ്റില്ല 180 ആയിട്ട് പോകാം. ചെത്തല് കുറച്ച് കൂടുണ്ട് കണക്ക്. ഇത് മേങ്ങിത്തത് മുടിയാന്തരായോ? ബിസ് ഇന്നോ നാളെന്ന് പറഞ്ഞ് നിൽക്കണ്. ഇടങ്ങാറുണ്ടാക്കല്ലേ. അയ്യോ ഞാനൊരു ചെത്തുകാരനല്ലേ. ഇത് എങ്ങട്ടപ്പോ? കടയിലേക്ക് സാധനങ്ങൾ എടുക്കണ്ടേ? 10 മണിക്കൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട്. അല്ല അപ്പൊ ഇന്ന് കോയമ്പത്തൂർ ആ അതെ, അവിടുത്തെ പണി കഴിഞ്ഞ ബാങ്ക് എടുത്ത് കയറിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 ദിവസം വൈകാനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയല്ലേ? എന്നും നീ ചെറിയ കുട്ടിയല്ലേടാ. കയറിക്കോ, ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിടാം. അല്ല മൂപ്പരെ, കോയമ്പത്തൂർന്ന് ഒരു ദിവസം വയ്യാലുണ്ട് ഇങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ ദുബായിക്ക് പോയാലോ? അതിപ്പോ പറഞ്ഞേക്കാണ്ട് വയ്യല്ലോ. ആണക്കവിടെ സുഖാന്ന് കേൾക്കുക, ഈ അവിടെ ഒരു വലിയ നിലയിലെത്തുക. ആണക്ക് ഓർക്കുമ്പോ എല്ലാം അങ്ങോട്ട് സഹിക്കന്നെ. സഹിക്കോ? സഹിക്കണല്ലോ. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ ശബ്ദം കുറച്ച് വായിച്ചാലേ മാർക്ക് കുറയും മോളെ. നിനക്ക് എന്റെ അത്ര SSLC എഴുതി പരിചയമില്ലാത്തോണ്ടാ. കൊല്ലം കുറെ ആയി മോളെ ഇത് തുടങ്ങിയിട്ട്. നീ കൂടെ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. 1974 പൊഖ്രാനിൽ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. വിത്ത് ഫുഡ്. നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യ? പഠിച്ച് പഠിച്ച് വിശന്ന് കുടൽ എരിഞ്ഞു ബാക്കിയുള്ളവർക്ക്. പഠിപ്പ് എല്ലാ ബസ് ജീവനക്കാർക്കുണ്ട്. ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഭർത്താവിനെ ചിരിച്ച് സ്വീകരിച്ച് വല്ല കുഴമ്പോ തൈലൊക്കെ മേത്ത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി തന്ന്. എവിടെ എന്റെ ലൈഫ് SSLC സുനാമി കലങ്ങി പോയില്ലേ മോളെ. രേഷ്മ SSLC ഇങ്ങോട്ട് വാ. ഇതാ നിന്റെ ഫുഡ്. പുട്ടും ചിക്കൻ കറി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ മോനെ വിജിത്ത് +2. ഇതാ പൊറോട്ടയും മട്ടൻ കുറുമേ കുണ്ടൻ പോണുങ്ങ്. തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു മോളെ. കമ്പിളി അമ്പിളി SSLC ദേ നിന്റെ ദോശയും പോത്തോ അലത്തിയതും. നിങ്ങൾ എന്താണ് വേൾഡ് മാപ്പിലേക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? ഈ മാപ്പിൽ എന്റെ ഏതെന്തോട്ടം തിരയ ഞാൻ. എവിടെ എന്റെ കനി? പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. എന്റെ ഭാവി കളയരുത്. എന്റെ ഭാവിക്ക് ഡബിൾ ബെല്ല് കൊടുത്ത് വിട്ടിട്ട് കൊല്ലം കുറയായി. നീ മുടിഞ്ഞ 10ാം ക്ലാസ് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ തുണ ഇല്ലാത്തൊരു വേഴാമ്പലാണ് ഞാൻ. എന്റെ ദാഹം നീ അറിയുന്നില്ല. പിന്നെ മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് സമയവും സന്ദർഭവും നോക്കാതെ ഏതെന്തോട്ടത്തിൽ കനി തിന്നാൻ വന്നാലുണ്ടല്ലോ, ഇതുകൊണ്ട് വേഴാമ്പന്റെ കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. ഇതിലും ഭേദം അതാടി. ഒരു കണ്ണുപൊട്ടനായിട്ട് ജീവിക്കാലോ. കുത്തടി പൊട്ടിക്ക് കുത്തി കുത്തി പൊട്ടി. എന്തൊരു ബോറാണ് ഫുഡിന്റെ റെപ്യൂട്ടേഷൻ. ഡെയിലി പൊറോട്ടയും ബീഫ് വരത്തിയതും വല്ല തന്തൂരിയോ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? എല്ലാ സ്റ്റുഡൻസിനും ഒരു ദിവസം ഞാൻ തന്തൂരി കളിക്ക് തരുന്നുണ്ട്. ഇങ്ങൊന്നേ, ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. ചാവിട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെയുണ്ട് ഒരു പഠിത്തം. ഈ കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വര എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. അങ്ങനെ ആ 1100 ഉറുപ്പിയുണ്ട് ആ 9 ഏക്കർ ഭൂമി കുറേശ്ശെ ഞാൻ വാങ്ങി ഞാൻ വിറ്റു. ആ വകയില് ഒരു 5-6 ലക്ഷം ഉറുപ്പിയ എനിക്ക് കിട്ടി. ഞാൻ ആരാ മോൻ? അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുത്തിരിക്കേ അന്നെ ഒരു നോക്ക് കണ്ടാ മതി എന്നും പറഞ്ഞ ലഹളയാ മൂപ്പര്. അതുകൊണ്ടാ ഇവന് ഫോൺ ചെയ്ത് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സലാംബായനെ കണ്ട് കാലം കുറെ ആയില്ലോ. ഓരോരോ ബന്ധപ്പാടിൽ ഓടിപ്പാഞ്ഞ് നടക്കല്ലേ മോനെ. എന്നാലും നേരാകുമ്പോ പഠിച്ചോ നമ്മളൊക്കെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും അല്ലേ ഭായി? ഇതെന്ത് പറ്റിയിടോ എന്റെ നെറ്റിക്ക്? തൊള്ളേലെ നാവ് ശരിയല്ലെങ്കിൽ നെറ്റിക്കല്ല തടിയുമ്മല് മുഴുവൻ ഉണ്ടാവും മുറിവ്. കോയമ്പത്തൂരിന്ന് വരുമ്പോ ബസ് തട്ടിന്ന് പറഞ്ഞു. ബസ് തട്ടാൻ ഇവൻ എന്താ ടാങ്കർ ലോറി? 1001 ടാങ്കർ ലോറി. കടയിൽ ആരുമില്ല, ഞങ്ങളുടെ ചെല്ല്. അല്ല ഇപ്പൊ മക്കളും 1001 വിളിച്ച് തുടങ്ങിയില്ലേ? ഇത് കഴിക്ക്. അപ്പൊ അന്നെ വിളിപ്പിച്ചത് ഇവിടത്തെ കുട്ടിക്ക് നല്ല ഒന്നാം തരം ഒരു ആലോചന.
ഇത് എവിടെ നിന്ന് ചാവക്കാട് നിന്ന് എന്റെ വകയിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് അധികം ആലോചിക്കാനും ചിന്തിക്കാനും കുത്തിക്കളയ്ക്കാനും ഒന്നും ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ ക്ലർക്ക്. കറണ്ട് ബില്ലെങ്കിലും മര്യാദക്ക് അടയ്ക്കുമല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇനി ഒന്നും പറയാനില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലായിക്കുന്നു. ഇനി ഒരു ചടങ്ങിന് ഓർക്ക് പെണ്ണിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഓളെ കണ്ട ആർക്കാ ഇഷ്ടാണ്ടിരിക്കുക. അവിടെ ഇത്രയും സന്തോഷമുള്ള കാര്യം തീരുമാനം എടുക്കണ നിങ്ങളെ അടുക്കള എന്തെടുക്കാന്ന്? ഇപ്പൊ എന്തായി? ഞാൻ പറയല്ലേ, ഒക്കെ കാണാനും കേൾക്കാനും പഠിച്ചോണ്ടെന്ന്. നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാത്തത്? എന്തേമ്മ? ആര് പെണ്ണ് കാണാൻ വരുന്നു ഇനി വിചാരിച്ചിരിക്കണേ? സെലീനക്കല്ല കല്യാണം, നെജ്മക്ക. വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റൂ? പടച്ചമ്പരം പൊറുക്കൂലമ്മ. എന്റെ കുട്ടിന്റെ ചങ്ങാഴ്ചമാരൊക്കെ പുതുക്ക സാരി കൊടുത്ത് കളിച്ചിരിച്ച് പണ്ടം കിട്ടി പുതുക്ക പെണ്ണായിട്ട് പോകുമ്പോ എവിടെ ഒളിപ്പിച്ചു വെച്ച കണ്ണീരും വെച്ച് ചിരിച്ചു കാണിച്ചുള്ള ഓള്. ഞമ്മള് കരഞ്ഞിട്ടില്ല, ആരും കാണണ്ടേ? ഇതങ്ങനല്ല. ഇപ്പൊരെന്ന് ഓളെക്കാളും 5-6 വയസ്സിനിടെ ഒരുത്തി, അത് സ്വന്തം എത്താ തന്നെ മോള് പൊറുക്കൂല. വേറെ ആരൊക്കെ പൊറുത്താലും മറന്നാലും പള്ളിക്കാട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഓളുടെ ഉപ്പ എന്റെ ഉപ്പ സഹിക്കൂല. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, എനിക്ക് പറയണം. കുഞ്ഞാക്ക ഒന്നും പറയരുത്. നാളെ ഊരിവിടെ വരികയും വേണം. നജ്മേനെ ഇഷ്ടായി കല്യാണം നടക്കുകയും വേണം. എന്റെ ഒരു പേരും പറഞ്ഞ് കുഞ്ഞാക്കന്റെ ജീവിതം തന്നെ ഇങ്ങനെ. നീ നജ്മാന്റെ നല്ലൊരു ജീവിതം കൂടി.